റാപ്പർ വേടനെതിരെ കൂടുതൽ ലൈംഗിക പീഡന പരാതി. 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ സമയം തേടി. 2020-21 കാലഘട്ടത്തിലാണ് അതിക്രമം എന്നാണ് പരാതി. അതേസമയം ബലാത്സംഗ കേസ് റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നിലവിലൊരു പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണിപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത്. ഇതിനു പുറമെയാണോ ഇപ്പോൾ 2 യുവതികൾ കൂടി രംഗത്തെത്തിയിട്ടുള്ളത്? അഭിലാഷ, ഇതിന് പുറമെയാണ് 2 യുവതികൾ കൂടി ഈ റാപ്പർ വേടനെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സമാന രീതിയിലുള്ള പരാതികളാണ് എന്നത് തന്നെയാണ് ശ്രദ്ധേയം. അതിൽ 2 വ്യത്യസ്തമായ പരാതികളാണ്. 2 പേരും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. യുവതികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി നടത്തുന്നു എന്നതാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ പരാതിയുടെ ഉള്ളടക്കം ഇതാണ്. ഇത് 2 പരാതികളും 2020-21 കാലയളവിലാണ് നടക്കുന്നതായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെയാൾ ഈ സംഗീതത്തിൽ, പ്രത്യേകിച്ച് ഈ റാപ്പ് സംഗീതത്തിൽ അടക്കം അത് ഈ വേടൻ അതിൻ്റേതായ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ഈ വിഷയങ്ങൾ, സംഗീതത്തിന് അദ്ദേഹം വിഷയമാക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഗവേഷണം നടത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് വേടനെ സമീപിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഒരു അടുപ്പം സ്ഥാപിക്കുകയും പിന്നീട് തന്നെ ലൈംഗികാതിക്രമം തനിക്കെതിരെ നടത്തി എന്നതാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. നേരത്തെയും ഈ രീതിയിലുള്ളൊരു പരാതി മീറ്റു വെളിപ്പെടുത്തൽ ആ ഒരു സമയത്തെല്ലാം തന്നെ ഇവർ പരാതി ഉയർത്തിയതാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പരാതിയിൽ പറയുന്നത് ഈ വേടനോടുള്ള വേടൻ്റെ സംഗീതത്തോടും മറ്റു സംഗീത പരിപാടികളോടുമെല്ലാം തന്നെ ഒരു ആരാധന കൊണ്ട് വേടനോട് ഒരു സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. ഈ സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് വേടൻ ഈ രീതിയിലേക്ക് തന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് രണ്ടാമത്തെ പരാതിയുടെ ഉള്ളടക്കമായിട്ട് പറയുന്നത്. ഈ 2 പേരും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഈ പരാതി ബോധ്യപ്പെടുത്താനാണ് 2 പേരും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ വേടനെതിരായ ഈ ഒരു ലൈംഗിക പീഡന പരാതിയിൽ അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇയാളുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലാണ്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇതിൽ ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ ഇന്ന് ആ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസമാണ് പുതിയ 2 പരാതികൾ അപ്പോൾ അതിൽ ഉയർന്നു വരികയും ചെയ്യുന്നത്. പഴയ പരാതിക്കെതിരെ വേടൻ സമീപിച്ചിരുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള, തങ്ങൾ തമ്മിലൊരു സൗഹൃദമുണ്ടായിരുന്നു, അതിനെ പിന്നീട് ഈ രീതിയിൽ പറയുകയായിരുന്നു. തന്നെ അപകീർത്തിപ്പെടുത്തുകയും വ്യക്തിപരമായി ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചിലരാണ് ഇവർ ബോധപൂർവമായുള്ളൊരു പരാതിയായിട്ടാണ് ഈ വരുന്നത് എന്നതെല്ലാമാണ് ഒരു വാദമായിട്ട് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഈ 2 പരാതികൾ കൂടി വീണ്ടും ഉയർന്നു വരുമ്പോൾ അതുകൂടി ഒരു പക്ഷേ അന്വേഷണ സംഘം കോടതിയിൽ ഈ 2 പുതിയ പരാതികളുടെ ഒരു ഉള്ളടക്കം കൂടി കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും വേടനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ ഇന്ന് നടക്കുന്ന ഈ നടപടികളടക്കം വളരെ നിർണായകമാണ്. അതിനിടയിൽ തന്നെയാണ് പുതിയ 2 പരാതികൾ കൂടി വന്നിരിക്കുന്നത്. ഈ പരാതികൾ മുഖ്യമന്ത്രിക്ക് പരാതിപ്പെടുക എന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട യുവതികൾ ഈ പരാതിയുടെ അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമം കൂടി ഇപ്പോൾ നടത്തുന്നു എന്നതാണ്. അവിടെ ഡാനി, ഒരു കാര്യം കൂടിയുള്ളത്, ഇതിപ്പോൾ വേടൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് നിലവിലെ പരാതിയിൽ. അതിൽ തന്നെ വേടനെ പിടികൂടാൻ കേരള പോലീസിന് സാധിക്കാതെയും പോകുന്നുണ്ട്. നിലവിൽ പരാതിയുള്ള പശ്ചാത്തലത്തിൽ പിടികൂടേണ്ടതാണ്. ഇപ്പോൾ 2 പരാതി കൂടി വന്നിട്ടും വേടനെ പിടികൂടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ ഇന്നത്തെ കേസിൽ ഇപ്പോൾ ചിലപ്പോൾ ജാമ്യം ലഭിക്കാം, മുൻകൂർ ജാമ്യം ലഭിക്കാതിരിക്കാം. അതെന്തുമാകട്ടെ, അടുത്ത പരാതിയും രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലും വേടനെ പിടികൂടാനാകുന്നില്ല. കേരള സർക്കാർ തന്നെ ഏറെ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടന്നതുമാണല്ലോ. അഭിലാഷ്, അത് തന്നെയാണ് കാരണം. ഈ പരാതി ഉയർന്ന സാഹചര്യത്തിൽ അത് വേടനെ ഒളിവിൽ പോകാനുള്ളൊരു സൗകര്യം പോലീസ് ചെയ്തു കൊടുത്തു എന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ വേടന് വേണ്ടിയുള്ള അന്വേഷണം തങ്ങൾ വലിയ രീതിയിലേക്ക് മാറ്റിയെന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ നടപടികളേക്ക് ഒന്നും തന്നെ വേടനിലേക്കുള്ളൊരു അന്വേഷണം എത്തുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിലേക്കടക്കം അന്വേഷണം ദീർഘിപ്പിച്ചു എന്നതെല്ലാം തന്നെ പോലീസ് പറയുന്നു. അടിയന്തരമായൊരു ഇടപെടലിനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും ഇതിലൊരു നടപടികളിലേക്ക് എത്തുന്നില്ല എന്നതാണ്. ഇതിനിടയിൽ ഇയാളുടെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ ഒരു അലംഭാവം കാണിക്കുന്നു എന്നൊരു ആക്ഷേപം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ദിവസങ്ങൾ അത്രയും വേടന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുമ്പോൾ തങ്ങളത് വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുമെന്ന് പോലീസ് പറയുകയും ചെയ്തു. പക്ഷേ അതൊന്നും സംഭവിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്
കാണിക്കുന്നത്. അതിനിടയിൽ ഈ രണ്ട് പരാതികൾ കൂടി ഉയരുമ്പോൾ അതിന് തീർച്ചയായും തന്നെ പോലീസിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. ഇത്രയധികം പരാതികൾ ഒരാൾക്കെതിരെ ഉയരുമ്പോൾ പോലും ഈ രീതിയിൽ അയാൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാനുള്ളൊരു സാവകാശം നൽകുന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇതിൽ ഹൈക്കോടതിയുടെ ഒരു തീർപ്പ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. നേരത്തെ പോലീസ് പറഞ്ഞത് തങ്ങൾ അതിന് വേണ്ടി കാത്തിരിക്കുന്നില്ല, തങ്ങളുടെ നടപടികളിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും അതിന് യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ രണ്ട് പരാതികൾ കൂടി വരുമ്പോൾ പോലീസിന് ഇനി ഇതിലെന്താണ് പറയുവാനുള്ളത് എന്നതാണ് അറിയേണ്ടത്. അഭിലാഷ്. യെസ്, വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡാനി പോൾ.